അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. തുടക്കക്കാർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പാലപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് ബൗളിലിട്ട് കൊടുത്തിട്ടുള്ളത്. 5 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കുക. കുതിർത്തതിന് ശേഷം നമ്മൾ കഴുകുന്നില്ല, അപ്പോൾ അതിന് മുന്നായിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക. അതിനുശേഷം ഞാൻ അരമുറി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതരിയുടെ ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സുരേഖ അരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വേണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിലും പഴകിയ ഈസ്റ്റ് ആണെങ്കിൽ നമ്മുടെ പാലപ്പം നല്ലതുപോലെ കിട്ടത്തില്ല. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പാലപ്പത്തിന് നല്ലൊരു ടേസ്റ്റാണ്. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കുകയാണ്. ഈ ഒരു അരിയും തേങ്ങയും ചോറും എല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് കൂടി പോകരുത് വെള്ളം. ഈ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കണ്ടില്ലേ, ഇതാണ് ചെറുതായിട്ടൊന്ന് പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അടച്ച് വെക്കുകയാണ്. രാത്രി കുതിർത്ത് വെച്ച അരിയാണ്. ഞാൻ പിറ്റേന്ന് തുറന്ന് നോക്കിയാണ്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ച അരിയും ചോറും തേങ്ങയും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 ബാച്ചായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ അരി ഇട്ട് കൊടുത്ത് കൂടെ തന്നെ വെള്ളം ചേർത്ത്, കണ്ടില്ലേ, വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുകയാണേ. നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള അരിയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കുക. എല്ലാം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. 30 മിനിറ്റിൽ കൂടുതൽ മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. മിനിമം 30 മിനിറ്റെങ്കിലും മാവ് മാറ്റി വയ്ക്കണം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് തുറന്ന് നോക്കുകയാണേ, കണ്ടില്ലേ, നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം, കണ്ടോ, നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് മാവ്, കണ്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നല്ലതുപോലെ വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതേ ഞാൻ തുറന്ന് നോക്കിയാണേ, കണ്ടില്ലേ, നല്ലതുപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം.
കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.